Good morning, students. Welcome back. Welcome to our IT class. So, in the previous class, we were discussing about video conferencing, chatting, the advantages and disadvantages of video conferencing, and all. So, today we're gonna move into the next one, which is e-learning, which is happening right now. And nowadays, we wouldn't be able to go to the school and gather to have common classes like we used to have before this pandemic strikes us. So now we opted this option which is called e-learning. So this is pretty much exposed. You are exposed to this one. It's been a year. It's been a year, I guess. We are going through this online things now. So we used to it. So, e-learning is learning that takes place in an electronically simulated environment. E-learning, web-based training, internet-based training, and computer-based training are the next generation instructions methods being developed today. So, I don't think I have to elaborate in a way that you really wanted to know more about this because you are experiencing it right now. സോ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്കലി സിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ ലേണിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുന്നു. എന്താ പറയുക, സ്ഥിരം ക്ലാസ്സുകൾ എന്ന പോലെ ക്ലാസ് റൂമുകളിൽ ഒതുങ്ങി നിൽക്കാത്ത രീതിയിൽ എവിടെ ഇരുന്നും അധ്യാപകൻ എവിടെ ഇരിക്കുകയോ അവിടെ ഇരുന്നുകൊണ്ട് കുട്ടികൾ എവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള പല സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ സൂം, ഗൂഗിൾ മീറ്റ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അതിന്. അപ്പോൾ നമുക്ക് അത് എന്താ പറയുക, അത് ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസിങ് ആൻഡ് സം അതർ പ്രസൻറ്റേഷൻ സ്കിൽസ് ടു, അല്ലെ സ്കിൽസ് അല്ല, സോഫ്റ്റ്വെയർ. നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കുന്നത്. ആക്ച്വലി that is not a good way to have online classes. If you want to have online classes, if you want to provide online classes for students, you have to make a software which provides everything, pretty much everything you needed to show to the students. And there are software which is freeware which allows us to do these kind of things. That's why we are using Zoom and Google Meet. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഒരു ഇലക്ട്രോണിക്കലി സിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ പഠനം, സ്റ്റഡി എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കുന്നതിനെയാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ് എന്താണ്? ആൻഡ് യു ക്യാൻ സീ ഇൻ പേജ് നമ്പർ 48 there's a box which got the definition. E-learning refers to the learning that takes place in an electronically simulated environment. ഇലക്ട്രോണിക്കലി സിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ലേണിംഗ് പ്രോസസ്സിനെയാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇ ലേണിംഗ്, ഇലക്ട്രോണിക് ലേണിംഗ്. ബെനഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ്: reduced overall cost. It's less expensive to produce. E-learning is virtually free once the break-even point is reached. പിന്നെന്താ, reduced overall cost. എന്താ, നമുക്ക് ഇ ലേണിംഗ് വഴി സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ ചീപ്പാണ്. എന്താണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ഇപ്പോൾ എന്താ, ഒരു സ്കൂളിനെ അപേക്ഷിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സംഭവം ഒരു IELTS ട്രെയിനിങ് സെൻറ്റർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള കോച്ചിങ് നൽകുന്ന എൻട്രൻസ് കോച്ചിങ് അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൺ ടൈം ഒരു മുതൽ മുടക്ക് നടത്തിയാൽ മതി. ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കണം, ഇപ്പോൾ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ വേണം എന്നിരിക്കെ ഒറ്റ പെയ്ഡ് സോഫ്റ്റ്വെയറിൽ they can manage all the students who attended in their സെഷൻ. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇ ലേണിംഗ് ഈസ് സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് സെൽഫ് പേസ്ഡ്. ലേണേഴ്സ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ടൈം ദേ സ്പെൻഡ് ഓൺ ദ പെർട്ടിക്കുലർ ടോപ്പിക്, thereby controlling the speed of course coverage. അതായത് പഠിക്കുന്നവർക്ക് തീരുമാനിക്കാം ഇത്ര സമയം കൊണ്ട് എത്ര നമുക്ക് എന്താ പഠിക്കണം, വേണ്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നു, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അപ്പം തന്നെ കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുഴുവൻ കിടക്കുകയാണ്, നിങ്ങൾക്ക്
മൈൻഡ് നന്നായിട്ടിരിക്കുന്നു, ആ സമയത്ത് ഇത് കേൾക്കാം, അതിനെ കാണാം. ആൻഡ് ഇറ്റ് വോണ്ട് ഗോ എനിവെയർ. You can find it anytime. But whereas in the case of an ordinary class, at that time, the specific period, if it is IT period, I'm coming to the class and we are discussing something about the topics, and after that period get over, next teacher proceeds, and you won't get the class which you have before this particular teacher. അതാണ് എന്ത്, അതായത് എൻ്റെ ക്ലാസ് ആണെങ്കിൽ, ഓർഡിനറി ക്ലാസ്സിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നു ആൻഡ് വി വിൽ ഹാവ് സം ഡിസ്കഷൻ. നമ്മൾ നമ്മുടെ പീരീഡ് നമ്മൾ സംസാരിക്കുന്നു, നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു, ആൻഡ് ആ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പോകുന്നു, അടുത്ത ടീച്ചർ വരുന്നു. ആൻഡ് യു വുഡ് നോട്ട് ബി ഏബിൾ ടു ലിസൺ ഓർ എന്താ പറയുക, ആ പഴയ ക്ലാസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ആ സമയത്ത് തന്നെ പഠിക്കണം എന്നല്ല, നോട്ട് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എ ചാൻസ്. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് നാളെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ റെഫർ ഇറ്റ് എനി ടൈം യു വോണ്ട്. പിന്നെ ലേണിംഗ് ഈസ് ഇൻറ്ററാക്റ്റീവ് ആൻഡ് ഹാൻഡ്സ് ഓൺ. ദ യൂസ് ഓഫ് എ വെറൈറ്റി ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ലേണിംഗ് ഇൻക്രീസ് ഇൻ സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. മൾട്ടിമീഡിയയുടെ ഉപയോഗം ലേണിങ്ങിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റേ ക്ലാസ്സുകളിൽ നടക്കുന്ന ഓർഡിനറി ക്ലാസ്സിനേക്കാളും കൂടുതൽ ആയിരിക്കും ഇതിൽ. ലേണിംഗ് ഈസ് ഫ്ലെക്സിബിൾ. ലേണിംഗ് ക്യാൻ ടേക്സ് പ്ലേസ് എനി ടൈം ആൻഡ് എനിവേ ആസ് ലോങ് ആസ് ദ നെസസറി എക്യുപ്മെൻറ്റ് ഈസ് ആക്സസിബിൾ. നെസസറി എക്യുപ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആക്സസ് these classes anytime you want it. Consistent delivery. E-learning eliminates the problem associated with the different instructors teaching slightly different material on the same subject. ഒരേ സബ്ജക്റ്റിൽ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ചില ഡിഫറൻസ് ഒക്കെ വരുന്നത് ഒഴിവാകും. ഇപ്പം എന്താ പറയുക, 2 ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ, 2 ഡിവിഷൻ ഉണ്ട്, ക്ലാസ് 10 2 ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ 4 ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ ഈ 4 ഡിവിഷനിലും ഞാൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ എക്സാമ്പിൾസ് വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ ഒരുപോലത്തെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ വേറെ ആയിരിക്കും. എവിടെ കോമൺ ആയിട്ടുള്ള ക്ലാസ് റൂം ക്ലാസ്സസിൽ. പക്ഷേ ഇതിലാണെങ്കിലോ ഈ 4 പേർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും, ഒരു കാര്യത്തിലും ചേഞ്ച് വരില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് കിട്ടും. പിന്നെ easily manageable. Today's e-learning software allow a group of people to keep track of the course offering, schedule and track their progress and results. So that's all about the benefits of e-learning, and you read it. Application area of e-learning. E-learningൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയൊക്കെയാണ്? ഫോർമൽ സെറ്റപ്പിലാണെങ്കിൽ e-learning courseware. This type of e-learning involves course-related specific syllabi, which is a part of formal educational system. So, application in formal setup, application in non-formal setup. I want you to read that and understand what it really means. It's not that much important thing. നമുക്കറിയാം ലേണിംഗ് എന്താണെന്ന്. ലേണിങ്ങിനെ പറ്റിയുള്ളൊരു കോമൺ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് നമ്മൾ ലേണിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പോസ്ഡ് ആണ് അതിനോട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഇ ബാങ്കിങ് എന്താ? ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് നമുക്ക് ഇച്ചിരി പൈസ ഒരാൾക്ക് അയക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? ബാങ്കിൽ പോകണം, അതിൻ്റെ ഫോംസ് ഫിൽ ചെയ്യണം, പൈസ കൊടുക്കണം, പിന്നെ എന്ത് ചെയ്യണം? അത് പൈസ അവിടെ ചെല്ലാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. ആൻഡ് വാട്ട് ഈസ് ദിസ് കേസ് നൗ? ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വിച്ച് അലൗസ് യു ടു സെൻഡ് മണി ഇൻസ്റ്റൻ്റ്ലി. ഇപ്പോൾ തന്നെ എനിക്കിപ്പോൾ കുറച്ച് പൈസ അയക്കണമെങ്കിൽ ദീസ് ആപ്സ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ തന്നെ ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുവഴി എനിക്ക് എന്ത് ചെയ്യാം? ബാങ്ക് ട്രാൻസ്ഫർ, ഐ ക്യാൻ വ്യൂ മൈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്,
ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് വാട്ട് എവർ ഐ നീഡ് ടു. ഞാൻ പണ്ട് കാലത്ത് ബാങ്കിൽ പോയി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പൈസ അടയ്ക്കുക, മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കുക, പിന്നെ ലോണിന് അപ്ലൈ ചെയ്യുക, തിരിച്ചടയ്ക്കാൻ അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അടവുകൾ ബാങ്കിൽ പോയി അടയ്ക്കുക എന്നുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. Electronic banking is an umbrella term for the process by which a customer may perform banking transactions electronically without visiting a brick and mortar institution. എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണല്ലോ. ആ ബിൽഡിങ്ങിൽ പോകാതെ തന്നെ നമുക്ക് എവിടെയാണോ നമ്മളിരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ ബാങ്കിൽ പോയി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇത് ചെയ്യാം. The following terms all refers to one form or another form of electronic banking: personal computer banking, internet banking, virtual banking, online banking, home banking, so on. Availing the banking services through electronic measures via internet is called e-banking. എന്താ അവെയിലിംഗ് ദ ബാങ്കിങ് സർവീസ്? ബാങ്കിങ് സർവീസ് ലഭിക്കുക എങ്ങനെ? ത്രൂ ഇലക്ട്രോണിക് മെഷേഴ്സ് വയ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ബാങ്കിങ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ ഡിവൈസിലൂടെ ബാങ്കിൻ്റെ സേവനങ്ങളെ ലഭിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് എന്താ പറയുക, ഇ ബാങ്കിങ് എന്ന് പറയുക. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇ ബാങ്കിങ്. PC banking is a form of online banking that enables customers to execute bank transactions from PC via modem. അപ്പോൾ PC ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പേഴ്സണൽ കമ്പ്യൂട്ടർ വഴി ബാങ്കിങ് സർവീസസ് നമുക്ക് കിട്ടുക, മൊബൈൽ ഫോൺ വഴി ബാങ്കിങ് സർവീസസ് കിട്ടുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? തേർഡ് പാർട്ടി ആപ്സാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻസൊക്കെ വളരെ ക്യാഷ്ലെസ് ആയിട്ട് പോകുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ നമുക്കെന്താ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. പിന്നെന്താ, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അയക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റം വന്നു. അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മാത്രം മനസ്സിലാക്കുക. അതിൽ മൊബൈൽ ബാങ്കിങ് ഉണ്ട്, PC ബാങ്കിങ് ഉണ്ട്. എന്ന് പറയുമ്പോൾ എന്താ, മൊബൈലിൻ്റെ സഹായത്തോടുകൂടി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു മൊബൈലിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് സർവീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക, മൊബൈൽ ബാങ്കിങ്. ആൻഡ് when we use PC instead of mobile, that is PC banking. That's all about this mobile banking, internet banking, I think. Pinanda opening any banking account, that's, you can read it. And now we are going to move into e-shopping. അതിനെപ്പറ്റിയും നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയാൽ മതി. ഇത് പുസ്തകത്തിലുള്ളതുപോലെ അതേപോലെ പഠിക്കണമെന്നില്ല. കാരണം അതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ബാങ്കിങ്ങിലാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിലും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഗൂഗിൾ പേ എന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്സാണ് ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത്. ഗൂഗിളിൻ്റെ ആപ്പാണ്, അതായത് ബാങ്കിൻ്റെ ആപ്പല്ല. നമുക്ക് ബാങ്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ട്. SBIയുടെ ആണെങ്കിൽ യോനോ എന്നൊക്കെ പറഞ്ഞിട്ട്, ICICIയുടെ ആണെങ്കിൽ ICICI, ഫെഡറൽ ബാങ്കിൻ്റെ ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് ഉണ്ടാവും. അതൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? തേർഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സെക്യൂറാണ്, ഈസി ടു ആക്സസ്, അതൊക്കെ കാരണം. പിന്നെ ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് സൈറ്റിലൂടെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പരിപാടിക്കാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. വി ഡോണ്ട് ഹാവ് ടു ഗോ ടു എനി ഷോപ്സ്. വി ക്യാൻ ആക്സസ് ടു മെനി തിങ്സ്. അപ്പോൾ ഈ ഷോപ്പിംഗ്, ഫോർ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഷോപ്പിംഗ്, അതും നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? ഈ ഷോപ്പിംഗ് എന്താണ്, ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? അതിൽ ദർ വിൽ ബി എന്താണ്, ഒരു വെബ്സൈറ്റ്, ആൻഡ് ദർ വിൽ ബി categories, and in this category we've got so many products, and we can browse into these products and categories, and you can have the
photos, you can see the reviews of customers who already bought it. അതൊക്കെ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അല്ലേ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓർഡർ ചെയ്യാം. അതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്നും വേണ്ട, ഇന്ത്യക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ നമുക്കിവിടെ കിട്ടുന്ന പരിപാടിയുണ്ട്. അലിബാബ എക്സ്പ്രസ് അതൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു, എങ്കിലും അലിബാബ, പിന്നെ അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം എന്താ? സാധാരണ നമ്മൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഷോപ്പിൽ പോകണം, നമ്മൾ വണ്ടി ഓടിച്ച് അവിടം വരെ പോകണം, അവിടെ പോയിട്ട് ആ ഷോപ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ വേറൊരു കാറ്റഗറിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താ വാങ്ങിക്കേണ്ടത്, കുറച്ച് കിച്ചൺ വെയർ വാങ്ങിക്കണം, അടുക്കളയിലേക്ക് കുറേ പാത്രങ്ങൾ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം, പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3, 4, 5 കടയിലെങ്കിലും കയറണം ഈ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. നമ്മൾ സാധാരണ രീതിയിലുള്ള ഷോപ്പിംഗാണ് നടത്തുന്നതെങ്കിൽ. വെറാസ് ഇൻ ദ കേസ് ഓഫ് ദിസ് ഇലക്ട്രോണിക് ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുകയാണെങ്കിലോ, വി ക്യാൻ ബ്രൗസ് ഇൻ ടു ഓൾ ദ കാറ്റഗറീസ് ആൻഡ് വി ക്യാൻ ഹാവ് ഓൾ ദീസ് പ്രൊഡക്ട്സ് വിത്തിൻ സെക്കൻഡ്സ് അല്ലേ. നമുക്ക് ചുമ്മാ പിന്നെ ഒത്തിരി പ്രൊഡക്ട്സും ഉണ്ടാവും, ഒരു കടയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ട്സ് ഓൺലൈനായിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനം, ഏത് കാറ്റഗറിയിലുള്ള സാധനവും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതാണ് അഡ്വാൻറ്റേജ് ഓഫ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഈക്വൽ ആക്സസിബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഓൺലൈൻ സ്റ്റോഴ്സ് ഈക്വലി ആക്സസിബിൾ ഫോർ മെട്രോ സിറ്റീസ് ടു നോൺ മെട്രോ സിറ്റീസ്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഫ്ലിപ്കാർട്ട് ആക്സസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ട്സും അങ്ങ് കൊച്ചിയിലിരുന്നിട്ട് ആക്സസ് ചെയ്യുന്ന പ്രൊഡക്ട്സും സെയിം ആയിരിക്കും. പക്ഷേ ഡെലിവറിയിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് നമുക്ക്. അതൊരു നല്ല കാര്യമല്ലേ. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ കൊച്ചിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ കിട്ടുന്ന കാര്യം നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നൊരു ചെറിയ ഗ്രാമത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഈ ഷോപ്പിംഗ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മിന്ത്രയിലും അല്ലെങ്കിൽ പല ഷോപ്പിംഗ് സൈറ്റിലും കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ കളറ് അതേപോലെ ആയിരിക്കില്ല ഇവിടെ വരുമ്പോൾ. അവർ നല്ല അതായത് ഈ ഷോപ്പിംഗ് സൈറ്റ്സിൽ വരുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത്, ആ ഫോട്ടോസ് ഫ്രീലാൻസ് വർക്കേഴ്സ് എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഫോട്ടോസാണത്. അതിവർ തന്നെ ഇടുന്നതല്ല. ഇവർ പ്രൊഡക്റ്റ് കൊടുക്കും, ആ പ്രൊഡക്റ്റിനെ ആകർഷകമാക്കിയ രീതിയിൽ ഫ്രീലാൻസേഴ്സിന് കൊടുക്കും ഇത്ര രൂപയ്ക്ക്. അവരിതിനെ ഡിസൈൻ ചെയ്തിട്ട് അവർ തിരിച്ചു കൊടുക്കും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റൈസ് ചെയ്തിട്ട്. അങ്ങനെ ഒരു ജോബുണ്ട്, പാർട്ട് ടൈം ജോബാണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് എക്സാക്ട് സെയിം തിങ് വിച്ച് വി ഹാവ് സീൻ ഇൻ ദ പ്രൊഡക്റ്റ് പേജ് വിൽ നോട്ട് ബി ഗെറ്റിംഗ് വെൻ വി ഓർഡർ ഇറ്റ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ട പടത്തിലെ പോലെ ഇരിക്കുന്ന അതേ സാധനം തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. ഇഫ് വി ചൂസിങ് ദ ബ്രാൻഡഡ് വൺസ് സെയിം ആയിരിക്കും, പക്ഷേ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാകും. അത് വൺ തിങ്. ആൻഡ് പിന്നെ നമ്മുടെ എന്താ പറയുക, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഓൾറെഡി നടത്തണം. അതിനാണെങ്കിൽ നമുക്ക് നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ലൈക്ക് ബാങ്കിങ്, കാർഡ്, ATM കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കണം. അത് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ അക്കൗണ്ട് ഡ്രെയിൻ ആകാനുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെയൊക്കെ ഷെയറിങ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും അത്ര വിശ്വസ്തതയുള്ള സൈറ്റ്സിലൊന്നും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് ഹാക്ക് ചെയ്യപ്പെടില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം. പിന്നെന്താണ്, ഇറ്റ് ഡസൻ അലൗ ടു ടേക്ക് ദ മെർച്ചൻഡൈസ് ഹോം ടു ദ സെയിം ഡേ ദേ ബൈ ഇറ്റ്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ദിവസം തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നമ്മളല്ലാതെ പുറത്തുനിന്ന് പോയി വാങ്ങിക്കണമെങ്കിലോ, നമ്മൾ വാങ്ങിക്കുന്നു, അപ്പോൾ തന്നെ നമ്മുടെ സ്വന്തമായി നമ്മൾ കൊണ്ടിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് വി ഹാവ് ടു വെയിറ്റ്. ദാറ്റ്സ് അനദർ തിങ്. പിന്നെ ദിസ് ഓൾ ദ തിങ്സ്, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, കാണാണ്ട് പഠിക്കരുത്. നിങ്ങളൊരു ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ മിന്ത്രയോ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുക. അതായത് നിങ്ങളിപ്പോൾ മിന്ത്ര എടുക്കുക. മിന്ത്ര എന്ന് പറയുന്ന മിന്ത്ര വേണ്ട, ആമസോൺ എടുത്തോ. ആമസോണിലെല്ലാം അവൈലബിൾ ആണല്ലോ. അത് നിങ്ങളെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണം. അപ്പോൾ നിങ്ങൾ അല്ലാണ്ട് ഷോപ്പിൽ പോയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതും ഇതിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക.
ആമസോണിൽ എത്ര തരത്തിലുള്ള മൊബൈൽസ് ഉണ്ടാവും, സ്മാർട്ട് ഫോൺസ്, റേറ്റിൽ എത്ര വ്യത്യാസം ഉണ്ടാവും, എത്ര കമ്പനിയുടെ ഇതുണ്ടാവും. നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര കമ്പനിയുടെ മൊബൈൽ ഫോൺ കാണാൻ പറ്റും ഒരു ഷോപ്പിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറേ എന്ത് കിട്ടും, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് കിട്ടും. അതർ ദാൻ ദിസ് ലിസ്റ്റഡ് വൺസ്. നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന അല്ലാത്ത ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കുക. ഡു ഇറ്റ് ടുഡേ. ഓക്കെ. പിന്നെ സൈറ്റ്സ് അവൈലബിൾ അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, ഷോപ്പ് ക്ലൂസ്, മിന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോൺ, ദീസ് ആർ ഓൾ ദ ഷോപ്സ്. പിന്നെ ഇതിലെ ത്രെഡ്സ്, പിന്നെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണാനിടയായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചില ഫോർവേഡ് മെസ്സേജസ് വരാൻ, അതായത് ബിഗ് ബില്യൺ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിനൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി റേറ്റൊക്കെ കുറച്ച് കിട്ടിയിട്ട് അതിന് നമുക്ക് വേറൊരു എന്താ പറയുക, ഒരു ലിങ്ക് നമുക്ക് വാട്സപ്പിലൊക്കെ വരും, ആരെങ്കിലുമൊക്കെ അയച്ചു തരും. ഈ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത്ര രൂപയ്ക്ക് സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ലിങ്കൊക്കെ ഓരോരുത്തർ അയച്ചു തരും. നമ്മളതെന്ത് ചെയ്യും, നമ്മളത് ഷെയർ ചെയ്യും, നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് ഹാക്കേഴ്സിൻ്റെ ഒരു പരിപാടിയാണത്. അപ്പോൾ നമ്മളതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ അറിയുമോ, ഇപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും www.amazon.co.in. ഇതാണ് ആമസോണിൻ്റെ ഇന്ത്യയിലെ സൈറ്റിൻ്റെ URL എന്ന് പറയുന്നത്. അത് അവിടെ URL എപ്പോഴും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഒരു സൈറ്റിന് ഒരു URL, ഒരിക്കലും രണ്ട് സൈറ്റിന് ഒരേ URL വരില്ല. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഫോർവേഡ് മെസ്സേജ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദേ ക്യാൻ ഇൻജെക്ട് സം വൈറസസ് ഇൻസൈഡ് our devices which we are accessing right now. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് വൈറസിനെ ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു വൺ വേ ഓഫ് ഹാക്കിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടുന്ന ലിങ്ക് ഒന്ന് നോക്കുക. അപ്പോൾ ആമസോൺ എന്നൊക്കെ ഉള്ളതിന് പകരം Amazon 123 എന്നോ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവന്മാർ ഡൊമൈൻ വാങ്ങിക്കുക. www.amazon123 അല്ലെങ്കിൽ ആമസോണിൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഓഫറാണ്, ഇപ്പോൾ എന്താ പറയുക, ഒരു 25,000 രൂപയുടെ ഫോണിന് 5,000 രൂപയ്ക്ക് കിട്ടും ഇതിൽ ക്ലിക്ക് ചെയ്താൽ. അല്ലെങ്കിൽ അതിലൊരു സ്പിന്നിങ് വീലുണ്ടാവും, ആ വീല് യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരും. അതിലൊന്നും ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ആമസോണൊന്നും ഒരിക്കലും ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു സാധനവും വരില്ല. ഇങ്ങനെ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ they'll inject some malwares into our device and fetch the details, sensitive details. നമ്മുടെ ഡീറ്റെയിൽസിനെ അവർ ചോർത്തിയെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ടോക്ക് ടൈം കിട്ടും, 100 GB കിട്ടും, 8 GB കിട്ടും ഇത് ഷെയർ ചെയ്താൽ, 20 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡു നോട്ട് മൈൻഡ് ഇറ്റ്. അങ്ങനെ തരില്ല. ആരെന്ത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും അതിൽ എന്തോ ഒന്ന് മറിഞ്ഞിരിപ്പുണ്ട്. ആരും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല. അതിപ്പോൾ ഫ്രീ വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ വൈറസ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാണ്ട് ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻറ്റിവൈറസ് ഉണ്ടെങ്കിൽ അത് ആ ക്രാക്ക് ചെയ്ത ഫയലിനെ എപ്പോഴും ഡിറ്റക്റ്റ് ചെയ്യും. എന്താ, അതിൽ ഒരു വൈറസ് ഉണ്ട്, അത് നമ്മുടെ എന്തൊക്കെയോ ചോർത്തുന്നുണ്ട്. അപ്പോൾ ബി അവെയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും അച്ഛനമ്മമാരുടെ ഫോണിൽ വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊന്നും ലിങ്ക്സ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല, മറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെടാം. സോ ഡു നോട്ട് ഷെയർ എനിത്തിങ്. ഷെയർ എന്നല്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ആവശ്യമില്ലാത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ 100 GB കിട്ടും, 80 GB കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു കാരണം ഒരിക്കലും അങ്ങനെ കിട്ടില്ല. പിന്നെ ഇതിലെ ത്രെഡ്സ് എന്ന് പറയുന്നത്, സം ഓഫ് ദ മോർ കോമൺ ത്രെഡ്സ് ദാറ്റ് ഹാക്കേഴ്സ് പോസ് ടു ഇ ഷോപ്പേഴ്സ് ഇൻക്ലൂഡ് ഗെയിനിങ് ആക്സസ് ടു സെൻസിറ്റീവ് ഡേറ്റ സച്ച് ആസ് യൂസർ ID, പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് എക്സെട്ര. ഗെയിനിങ് ആക്സസ്, സെൻസിറ്റീവ് ഡേറ്റ, യൂസർ ID, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, ഇതൊക്കെ ഹാക്കേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും, നമ്മുടെ അക്കൗണ്ട് ഡ്രെയിനായി പോകും.
അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള സേവിങ്സ് മുഴുവൻ അവർ ഊറ്റിക്കൊണ്ട് പോകും. യൂസിങ് വൈറസ് ടു കറപ്റ്റ് യുവർ സിസ്റ്റം, അൺവാണ്ടഡ് സ്പാം സജസ്റ്റിംഗ് വാട്ട് ടു ബൈ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറയുക, ആമസോണിലോ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് ഒരു മൊബൈൽ ഫോണിനെ പറ്റി സെർച്ച് ചെയ്തു. ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ റേറ്റ്, അതൊക്കെ ഇങ്ങനെ നോക്കി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ പല സൈറ്റുകളിലും പോകുന്നു. എന്താ പറയുക, ഫേസ്ബുക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഗൂഗിളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ആഡ് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മളാ കണ്ട സാധനം ഏത്, നമ്മളാ ഇതിനു മുമ്പ് നോക്കിയ ആ പ്രൊഡക്റ്റിനോടനുബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ പല സൈറ്റുകളിലും ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് എപ്പോൾ നോക്കിയാലും ആഡ് കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും അതങ്ങനെ തന്നെ വന്നേ? അതാണ് കുക്കീസ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആമസോണിൽ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് നോക്കി, ആ പ്രൊഡക്റ്റ് നോക്കി കഴിയുമ്പോൾ ചില കുക്കി എന്ന് പറയുന്ന ഒരു ടെമ്പററി ചില ഫയൽസ് ഉണ്ട്, ചെറിയ ഫയൽസ്. അത് നമ്മുടെ മൊബൈലിലേക്ക് കയറും. എന്നിട്ട് ഈ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ ഡേറ്റയെ റിട്രീവ് ചെയ്തിട്ട് ഈ ഡേറ്റ, അതായത് നമ്മൾ യൂസർ എന്താണോ സെർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ സാധനം തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റേറ്റ് കുറവുണ്ട്, റേറ്റ് കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും അൺവാണ്ടഡ് സജഷൻസ് ആണ്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണത്, അല്ലേ? നമ്മൾ നോക്കുന്നത്, നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്ന നോക്കുന്ന കാര്യം, അത് പിന്നീട് മറ്റൊരാൾ തേർഡ് പാർട്ടി അറിയുന്നുണ്ട് എന്ന് ഉള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഗെയിനിങ് ആക്സസ് ടു ഷോപ്പിംഗ് ഹിസ്റ്ററി ആൻഡ് യുവർ ഷോപ്പിംഗ് ഹാബിറ്റ്സ്. ഇപ്പോൾ ഷോപ്പിംഗ് ഹിസ്റ്ററിയും ഷോപ്പിംഗ് ഹാബിറ്റ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ഗുണം? ഈ ആമസോണും ഫ്ലിപ്കാർട്ടിനും ഒക്കെ എന്താ ഗുണം? അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഷോപ്പിംഗ് സൈറ്റ് തുടങ്ങി, അവർക്ക് ഇതിൻ്റെ കുറച്ച് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം? അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ത് കാര്യമാണ് ഷോപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഷോപ്പിംഗ് ഹാബിറ്റ് എന്താണ്, നമ്മൾ ഓൺലൈനിലായിട്ട് എത്ര രൂപ ചിലവഴിക്കുന്നുണ്ട്, അത് ഏത് പ്രൊഡക്റ്റിനാണ് എന്നൊക്കെയുള്ള ഒരു കുറേ ഡീറ്റെയിൽസ് ഇവർ ശേഖരിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോണിനോട് ഭയങ്കര കമ്പമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഒരു ഐഫോൺ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, നമ്മളതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അന്നേരം ആ സമയത്ത് ഐഫോൺ വെച്ചിട്ട് റേറ്റൊക്കെ കുറച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. നമ്മുടെ പ്രൈവസി വെച്ചിട്ട് അവർ കളിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്. എന്താ സെക്യൂരിറ്റി കൺസേൺസ്. This section describes potential security attacks methods from a attacker or hacker. ഹാക്കറിൻ്റെയോ അറ്റാക്കറിൻ്റെയോ അടുത്തുനിന്നുള്ള സെക്യൂരിറ്റി അറ്റാക്ക് മെത്തേഡ്സിനെ അതേപ്പറ്റിയാണ് പറയുന്നത്. ട്രിക്കിംഗ് ദ ഷോപ്പറിനെ പറ്റിക്കുക. എങ്ങനെ? മോസ്റ്റ് കോമൺ സെക്യൂരിറ്റി കൺസേൺ ഇസ് ട്രിക്കിംഗ് ദ ഷോപ്പർ, ഓൾസോ നോൺ ആസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ്. These attacks involve surveillance of the shopper's behavior, gathering information to use against the shopper. Surveillance, എന്താ, നിരീക്ഷണം. നമ്മുടെ ഷോപ്പറെ പറ്റി, വാങ്ങിക്കുന്ന ആളെ പറ്റി നിരീക്ഷിക്കുക. അയാളുടെ എന്തൊക്കെ പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നത്, അയാൾ നോക്കുന്നത് എന്തൊക്കെയാണ്, അയാൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ അകത്ത് നിന്ന് കുറേ ഇൻഫർമേഷൻ എടുക്കും. അങ്ങനെ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും, ഇയാൾക്ക് എന്തിനോടാണ് താല്പര്യം, ഏത് പ്രൊഡക്റ്റിനോടാണ് താല്പര്യം, ഇയാൾ എത്ര രൂപ വരെ ഇതിന് മുടക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ഇവർ മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, എ മദേഴ്സ് മെയ്ഡൻ നെയിം ഈസ് എ കോമൺ ചാലഞ്ച് ക്വസ്റ്റ്യൻ യൂസ്ഡ് ബൈ ന്യൂമറസ് സൈറ്റ്സ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പാസ്വേഡ്, ഇപ്പോൾ നമ്മളൊരു ഗൂഗിളിലാണെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പാസ്വേഡ് നമ്മൾ കൺഫേം ചെയ്യും 2 തവണ പാസ്വേഡ് കൊടുത്തിട്ട്. അതിനുശേഷം എന്ത് ചെയ്യും, ഇനി അഥവാ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മളോടൊരു സെക്യൂരിറ്റി ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കൊടുക്കണം. അതിപ്പം അതിൻ്റെ അകത്ത് ഒരു 3-4-5 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു ചോദ്യമാണിത്. മദേഴ്സ് മെയ്ഡൻ നെയിം ഈസ് എ കോമൺ ചാലഞ്ച് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ല ഇഫ് വൺ ഓഫ് ദീസ് സൈറ്റ് ഈസ് സ്ട്രിക്റ്റ് ഇൻ ടു ഗിവിംഗ് അവേ എ പാസ്വേഡ് വൺസ് ദ ചാലഞ്ച് ക്വസ്റ്റ്യൻ ഈസ് പ്രൊവൈഡഡ്, ദെൻ നോട്ട് ഓൺലി ഹാസ് ദിസ് സൈറ്റ് ബീൻ കോംപ്രമൈസ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു സെയിം ആയിട്ടുള്ളൊരു ഇങ്ങനെ എ മദേഴ്സ് മെയ്ഡൻ നെയിം, അതായത് ചാലഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറയും. നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോയാലും അതിനെ റിട്രീവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്.
പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അന്ന് ആൻസർ ചെയ്ത ചലഞ്ച് ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. ആ സമയത്ത് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഹാക്കറിന് കിട്ടിയെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ഹാക്കറിന് കിട്ടി. ഹാക്കറിന് ആ ഉത്തരം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. പാസ്വേഡ് റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് അറിയാൻ പറ്റും. പാസ്വേഡ് നമുക്ക് കിട്ടും. ഇപ്പം ആമസോണിൻ്റെ അങ്ങനെ ഒരു ഹാക്കറിന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിനും മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലും അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മിക്കതിൻ്റെയും പാസ്വേഡ് സെയിം തന്നെ ആയിരിക്കില്ലേ? അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ദോ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എങ്ങനെ? ഫോർ സെക്യൂരിറ്റി പർപ്പസ് യു ഡു നോട്ട് ഗീവ് സെയിം പാസ്വേഡ് ടു ഡിഫറെൻറ്റ് സൈറ്റ്സ്. ഒത്തിരി പല സൈറ്റുകൾക്കും പല പാസ്വേഡ്സ് അത് കൊടുക്കരുത് എന്നാണ്. ഒരേ പാസ്വേഡ് കൊടുക്കരുതെന്നാണ്. ഇപ്പം ഈ കേസിൽ ആ ഹാക്കർക്ക് ഒരു സൈറ്റിൻ്റെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള സൈറ്റിലും ഇയാൾ ഈ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറി പോവാം. അപ്പോൾ ഒരു സൈറ്റ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ലോസ്റ്റ് ആക്സസ് ടു ഡിഫറെൻറ്റ് സൈറ്റ്സ് ഇഫ് വി ഹാവ് ക്രിയേറ്റഡ് പാസ്വേഡ് ദ സെയിം പാസ്വേഡ് ഫോർ എവറി സൈറ്റ്സ്. പിന്നെന്താ പറയുക? അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണം? നമ്മൾ ഓരോ സൈറ്റിനും ഡിഫറെൻറ്റ് പാസ്വേഡ് കൊടുക്കുക. അത് മറന്നു പോകാനിടയുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്താ ചെയ്യേണ്ടത്? നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ ബാക്കി സൈറ്റ്സും പോകും. A common scenario is that the attacker calls a shopper pretending to be a representative from a site visited and extract information. ഈ സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു. സ്നാപ്ഡീലിലാണെന്ന് തോന്നുന്നു. അവർക്ക് ഇത്ര രൂപ അടിച്ചിട്ടുണ്ട്, പ്രൈസ് അടിച്ചിട്ടുണ്ട് ഈ സ്പിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു 12 ലക്ഷം രൂപയാണ് പ്രൈസ്, അല്ലെങ്കിൽ ഒരു കാറ് 12 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ്. ഇത് രണ്ടുമാണ്. എന്നിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി ഒക്കെ തന്നു. ഇങ്ങനെ ഇത്ര രൂപ കിട്ടി, നിങ്ങൾ വിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചു പോകുന്ന രീതിയിൽ തന്നെ അവരത് അയച്ചു തന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഇങ്ങനെ തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഈ പൈസ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു സർട്ടൺ എമൗണ്ട് അവർക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഫോർ പ്രോസസ്സിങ് ഓർ സംതിങ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഫുൾ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. ഒരു 2000 രൂപ ഉണ്ടാവും. അത് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഈ പറഞ്ഞ പ്രൈസ് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർ നമ്മളുടെ ഡീറ്റെയിൽസ് തപ്പുന്നു, ഇങ്ങനെ